51 കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് നമ്മൾ തീരദേശ ഹൈവേ പൂർത്തിയാക്കിയത്. തീരദേശ ഹൈവേ പൂർത്തിയായി അപ്പുറത്തേക്ക് പൊന്നാനിയിലേക്ക് ഒരു ഹൗറ മോഡൽ പാലത്തിന് 250 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിൽപ്പെടുന്ന കുട്ടികൾക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി ഒരു മൈനോറിറ്റി PSC കോച്ചിങ് സെന്റർ ആലത്തിയൂരിൽ നമ്മൾ തുടങ്ങി. പടിഞ്ഞാറേക്കര ബീച്ച് ടൂറിസത്തിന്റെ വിപുലീകരണം ഉൾപ്പെടെ അവിടെ സൂര്യാസ്തമയ മുനമ്പ് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ചോർച്ച നികത്തുന്ന പ്രവൃത്തി പൂർണ്ണതയിലേക്ക് നീങ്ങുന്നു. റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ മുകൾ ഭാഗത്ത് 1 കിലോമീറ്റർ ദൂരത്തിൽ സ്റ്റീൽ ഷീറ്റിന്റെ പൈലിംഗ് പൂർണ്ണമായി കഴിഞ്ഞു. കൂട്ടായി റെഗുലേറ്റർ അതിൻ്റെ അറ്റകുറ്റപ്പണിയും നടന്നു വരികയാണ്. കൂട്ടായിൽ ലോക്കം ബ്രിഡ്ജാണ് യാഥാർത്ഥ്യമാകുന്നത്. ഇങ്ങനെ എണ്ണിയാൽ ഒരുപാട് വികസന പദ്ധതികൾ നമുക്ക് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. എല്ലാ ആശുപത്രികളും നോക്കൂ നിങ്ങൾ, മികച്ച നിലയിലായില്ലേ? സ്കൂളുകളിൽ നമ്മളുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ അവയെല്ലാം ഗംഭീരമാക്കിയില്ലേ? കോടിക്കണക്കിന് രൂപയുടെ കെട്ടിടങ്ങളാണ് എല്ലാ സ്കൂളുകളിലുമായിട്ട് നമ്മൾ പണിതത്. അതിൽ എടുത്തു പറയേണ്ടതാണ് പുറത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും കാടഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും എടപ്പാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും മികവുറ്റതാക്കി. എല്ലാ PWD റോഡുകളും റബ്ബറൈസ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കി. വട്ടംകുളം ചേകന്നൂർ റോഡ് അതിന് 3 കോടി രൂപയാണ് റബ്ബറൈസ് ചെയ്യുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ബഡ്ജറ്റ് ഫണ്ടിൽ ഉൾപ്പെടുത്തി MLA എന്നുള്ള നിലയിൽ അനുവദിപ്പിച്ചത്. ഒരു ഗ്രാമീണ റോഡ് റബ്ബറൈസ് ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മളുടെ ഈ പ്രദേശത്ത് ആദ്യമായിട്ടായിരിക്കും. എങ്ങും എവിടെയും ജനങ്ങൾക്ക് പ്രയാസരഹിതമായി യാത്ര ചെയ്യാൻ, ആതുരാലയങ്ങളെ സമീപിക്കാൻ, മക്കളെ വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കാൻ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതിലപ്പുറം എന്താണ് ഒരു MLA ഒരു നാടിന് ചെയ്യേണ്ടത്?